ലോകകപ്പ് ക്രിക്കറ്റിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കണമെന്ന BCCI ആവശ്യം ICC തള്ളി. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ചർച്ചയെന്നായിരുന്നു ICC നിലപാട്. ഇതോടെ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ മത്സരിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ഇന്ത്യൻ ജനതയുടെ വികാരം കണക്കിലെടുത്ത് പാകിസ്ഥാനോടൊപ്പം ഇന്ത്യ കളിക്കേണ്ടെന്ന തീരുമാനമെടുത്താൽ ICC വെട്ടിലാകും. ഇന്ത്യൻ ജനതയാണ് ലോകകപ്പിന്റെ നട്ടെല്ല്. ഇന്ത്യക്കാർ കളിക്കാതിരുന്നാൽ സ്പോൺസർമാരെ പോലും കിട്ടില്ല. വലിയ സാമ്പത്തിക ഭാരം തന്നെ നേരിടും. ഇന്ത്യ സെമിയിലെങ്കിലും എത്തണമെന്നാണ് സ്പോൺസർമാർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ആളില്ലാ കസേരകളും പരസ്യമില്ല കളികളുമായിരിക്കും ഫലം. അതേസമയം ക്രിക്കറ്റിനെ ക്രിക്കറ്റായി കാണുകയാണെങ്കിൽ ഇതെല്ലാം മാറും. ഇന്ത്യ മത്സര രംഗത്ത് എത്തുക തന്നെ ചെയ്യും. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ ലോകകപ്പ് ക്രിക്കറ്റിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു BCCI ICCയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ICC ത്രൈമാസ ബോർഡ് യോഗം BCCI ആവശ്യം തള്ളി. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ ചർച്ചയുള്ളൂവെന്നും അതിൽ മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ എന്നും ICC ചെയർമാൻ ശശാങ്ക് മനോഹർ വ്യക്തമാക്കി. പാകിസ്ഥാൻ ലോകകപ്പിൽ മത്സരിക്കുമെന്നുറപ്പായതോടെ പാകിസ്ഥാനുമായി ഇന്ത്യ മത്സരത്തിന് തയ്യാറാകുമോ അല്ല ബഹിഷ്കരിക്കുമോ എന്നതിൽ കേന്ദ്ര സർക്കാരും തീരുമാനമെടുക്കും. ലോകകപ്പിൽ ഇന്ത്യൻ ടീം പങ്കെടുക്കണമോ എന്നതിൽ BCCI കേന്ദ്ര സർക്കാരിന് തീരുമാനം വിട്ടിരുന്നു. ഇന്ത്യ പാക് സംഘർഷം അയഞ്ഞ പശ്ചാത്തലത്തിലും ഇന്ത്യൻ വൈമാനികനെ പാകിസ്ഥാൻ വിട്ടയക്കുകയും ചെയ്തതിനാൽ ബഹിഷ്കരണ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കില്ലെന്നാണ് വിലയിരുത്തൽ. ജൂൺ 16-നാണ് ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരം. അതേസമയം ഇന്ത്യയിൽ നടക്കുന്ന 2021 T20 ലോകകപ്പിലും 2023 ലോകകപ്പിലും പാക് താരങ്ങൾക്ക് ഇന്ത്യ വിസ നിഷേധിക്കാൻ സാധ്യതയുണ്ടെന്നും വിഷയത്തിൽ ICC ഇടപെടണമെന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ICCയോട് ആവശ്യപ്പെട്ടു. ലോകകപ്പ് നേടിയ പാക് ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന ഇമ്രാൻഖാനാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി എന്ന അപൂർവ സാഹചര്യവുമുണ്ട്. അതേസമയം ഇന്ത്യയുമായുള്ള സംഘർഷം സമാധാനപരമായി പരിഹരിക്കാൻ ശ്രമിക്കുന്നത് കണക്കിലെടുത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകണമെന്ന ആവശ്യമാണ് അവർ ഉയർത്തുന്നത്. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. പാക് കസ്റ്റഡിയിലായ ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനെ വിട്ടയക്കാനുള്ള തീരുമാനം ഇന്ത്യ പാക് സംഘർഷത്തിന് അയവ് വരുത്തുമെന്നാണ് നേരത്തെ അഭിപ്രായമുയർന്നത്. ദേശീയ അസംബ്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം വന്നു. വിവരാവകാശ മന്ത്രി ഫവാദ് ചൗധരിയാണ് ശനിയാഴ്ച പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിച്ചത്. കൂടാതെ ഇമ്രാന് പുരസ്കാരം നൽകണമെന്നാവശ്യപ്പെട്ട് ട്വിറ്ററിൽ വ്യാപക ക്യാമ്പയിനും നടക്കുന്നുണ്ട്. നോബൽ നൽകണമെന്നാവശ്യപ്പെട്ട് 20 ലക്ഷം പേർ ഒപ്പിട്ട കത്തും തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായിരുന്ന വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനെ വിട്ടയച്ചത്. സമാധാനം മുൻനിർത്തി കമാൻഡറെ വിട്ടയക്കുന്നുവെന്നാണ് ഇമ്രാൻ അറിയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ക്രിക്കറ്റ് വിവാദവും വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.